ഇവ വേൾഡിലെ റിച്ചസ്റ്റ് പേഴ്സൺസിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പേര് അതിലിങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാം. അതായത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം MA യൂസഫ് അലി. അതെ, സാറിൻ്റെ ഒരു കാര്യം, അതായത് സാറിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇന്നത്തെ യൂത്തിനും അതുപോലെ തന്നെ ഏതൊരു പ്രായക്കാർക്കുമുള്ള വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ്. നമുക്കൊരു കാര്യം അറിയാം, ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മളിപ്പോൾ ഒരു പേര് വെച്ച് വിളിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, പ്രവാസികൾ എന്നൊരു പേര് കൊണ്ട് നമ്മൾ വിളിക്കുന്ന, സ്വന്തം നാട്, വീട്, കുടുംബം, ഫ്രണ്ട്സ് എല്ലാവരെയും വിട്ട് സ്വന്തം കുടുംബം നോക്കാനും കണ്ട വലിയ സ്വപ്നങ്ങൾ നിറവേറ്റാനും വേണ്ടി കടൽ കടന്നു പോയി ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളുകൾ. ഇതിൻ്റെ തുടക്കകാലം എന്ന് പറയുന്നത് ഏകദേശം ഒരു 1973 കാലഘട്ടങ്ങളിൽ, ആ ഒരു സമയത്തൊക്കെയാണ്. കൃത്യമായിട്ട് ആ ഒരു ഇയർ അല്ല, ബട്ട് ആ ഒരു കാലഘട്ടത്തിലാണ് ആളുകൾ കൂടുതൽ ഇങ്ങനെ കയറി തുടങ്ങുന്നത്. അതായത് മലയാളികൾ പോയിട്ട് അവിടെ ജോലി ചെയ്തും ബിസിനസ് ചെയ്തൊക്കെ വരാൻ തുടങ്ങിയ ഒരു കാലം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കഥയിലെ നായകൻ അല്ലെങ്കിൽ നമ്മുടെ ഹീറോ അന്ന് 18 വയസ്സായി, അതായത് പൊടിമീശ മുളച്ച് നിൽക്കുന്ന ആ ഒരു പ്രായത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ആയിട്ട് ആ കൊച്ചു പയ്യനും അന്ന് കടൽ കടന്നു. അദ്ദേഹത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന്റെ കടയിൽ നിന്നുകൊണ്ടാണ്. അതായത് ആ ഒരു കടയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ 34-ാം വയസ്സിലാണ് അദ്ദേഹത്തിന് 34-ാം വയസ്സിലാണ് ഈ ഒരു വലിയൊരു സാമ്രാജ്യത്തിന്റെ തുടക്കം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഈ മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് വലിയ ഡിസ്കൗണ്ടിൽ കൂടെയാണ് അദ്ദേഹം മാർക്കറ്റ് കീഴടക്കി. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് അന്ന് ഒരുപാട് ബിസിനസ്സുകാർ പല രീതിയിൽ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പം ഒരുപാട് പ്രൊഡക്ട്സ് ഡയറക്റ്റായിട്ട് ഇമ്പോർട്ട് ചെയ്ത് അവർക്കൊന്നും കിനാവ് പോലും കാണാൻ പറ്റാതെ അത്ര വലിയ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ട് മാർക്കറ്റ് മൊത്തം 2 ഉള്ളം കയ്യിലും അദ്ദേഹം കൊണ്ട് ഒതുക്കി വെച്ചു. പിന്നെ എന്താ ഉണ്ടായത് ഇപ്പം നമ്മൾ എങ്ങനെ പറയാം. പിന്നെ വേറെ കാര്യം വെച്ചാൽ, അതായത് ആ ഒരു സമയത്ത് തന്നെ, അതായത് ബിസിനസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കയറി വരുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ 90കളിലെ കാലഘട്ടമാണ്. ആ ഒരു 90കളിലെ കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഗൾഫ് യുദ്ധം നടക്കുന്ന ഒരു സമയമായിരുന്നു. ഈ ഗൾഫ് യുദ്ധം നടക്കുന്ന സമയത്ത് അവർ ഫേസ് ചെയ്ത മറ്റൊരു പ്രോബ്ലമാണ് ഫൈനാൻഷ്യൽ ക്രൈസിസ്. ആ ഒരു സമയത്ത് UAE അത് അടിമുടി ബാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ നിന്ന് വണ്ടി കയറിപ്പോയ ഒരുപാട് ആളുകൾ തൻ്റെ എത്രയോ കാലത്തെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ എല്ലാം അവിടെ തന്നെ UAE മണ്ണിൽ തന്നെ ബാക്കി വെച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ തിരികെ നാട്ടിലേക്ക് വണ്ടി കയറി. പക്ഷേ എത്രയൊക്കെ ആളുകൾ പല കാരണങ്ങളും പറഞ്ഞിട്ടും, അല്ലെങ്കിൽ ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് എത്രയോ പറഞ്ഞിട്ട് തിരികെ നാട്ടിലേക്ക് വണ്ടി കയറിയപ്പോഴും MA യൂസഫ് അലി അവിടെ തന്നെ ഉറച്ച് വിശ്വസിച്ചു, UAEക്ക് ഒരു ഭാവിയുണ്ട്, ഞാൻ ഉയർന്നു വരും, അല്ലെങ്കിൽ ഞാൻ കണ്ട ആ ഒരു വലിയ സ്വപ്നം ഒരു നാൾ യാഥാർത്ഥ്യത്തിലെത്തും, അതിന് കാലം എനിക്കൊരു അവസരം തരും, ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് ഉറച്ച് പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ ആകണം ഇന്ന് നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു പേരാണ് ലുലു എന്നത്. അന്ന് അദ്ദേഹം നിന്നതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റായി ലുലു അന്ന് അവിടെ തുടങ്ങി. പിന്നീട് നടന്നത് ചരിത്രം. ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന MA യൂസഫ് അലിയുടെ സാമ്രാജ്യം ഏതൊരു ആൾക്കും പ്രചോദനമാണ്. അതായത് നമ്മൾ ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ എന്താ പറയുക ഡൗൺ ആകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കൂട്ടം ജനങ്ങളൊക്കെ തിരികെ നാട്ടിലേക്ക് പോകുന്ന സമയത്തും അദ്ദേഹം പോന്നിട്ടില്ല. അദ്ദേഹം വിശ്വസിച്ചു, തന്നെ കൊണ്ട് പറ്റും, തനിക്കൊരു നല്ല കാലം വരും. എത്രയൊക്കെ വേദന അല്ലെങ്കിൽ എത്രയൊക്കെ തോറ്റുപോയി കഴിഞ്ഞാലും ഒരു നാൾ വെളിച്ചം എൻ്റെ ജീവിതത്തിലെങ്ങും വരുമെന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ലുലു എന്ന വലിയൊരു സാമ്രാജ്യം. അല്ലെങ്കിൽ MA യൂസഫ് അലി എന്ന ലുലു എന്നൊരു സാമ്രാജ്യം അല്ല, ആക്ച്വലി MA യൂസഫ് അലി എന്ന വലിയൊരു സാമ്രാജ്യം. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ലുലു എന്ന പേരിൽ അറിയപ്പെടുന്ന ബിസിനസ്സുകൾ മാത്രമല്ല, അതായത് അദ്ദേഹം അത്ര വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് അദ്ദേഹം അന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. അത് ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന വലിയൊരു ബ്രാൻഡ് തന്നെയാണ്. പക്ഷേ അതിലുപരി ഒരുപാട് ബിസിനസ്സുകൾ റൺ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ സ്വന്തം MA യൂസഫ് അലി സാർ. സോ സാർ അന്ന് ആ ഒരു കാര്യം അന്ന് ഉറച്ച തീരുമാനം എടുത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഒരുപാട് പേർക്ക് സ്വന്തം ജീവിതത്തിൽ ആ ഒരു കാര്യം ഒരു മോട്ടിവേഷനായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. സോ സാറിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും തീരില്ല. അപ്പോൾ അത്രയും ഒരുപാട് കാര്യങ്ങൾ MA യൂസഫ് അലി സാറിൻ്റെ ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. സോ ഇതുപോലുള്ള കൂടുതൽ ബ്രാൻഡ് സ്റ്റോറീസിനും MAയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷൻ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.